ഞാൻ മുഹമ്മദ് പേരാമ്പ്ര. ഇവിടെ പറയുന്നത് എൻ്റെ കഥയാണ്. പക്ഷേ ഇതെൻ്റെ മാത്രം കഥയല്ല. പണ്ട് എൻ്റെ ഉമ്മ പറയായിരുന്നു, അങ്ങാടിപ്പറമ്പിലൂടെ മൂരി വണ്ടി വരുന്നത് കാണാൻ നല്ല ചന്താന്ന്. മൂരിയുടെ കഴുത്തിൽ മണിയുണ്ടാവും. വണ്ടിത്തണ്ടിൻ്റെ മുകളിൽ മുണിഞ്ഞ് കത്തുന്ന റാന്തൽ വിളക്കും. അങ്ങാടിപ്പറമ്പ് മുഴുവൻ ആ മണിയൊച്ച കേൾക്കുമായിരുന്നു. മൂരുവണ്ടിയുടെ മണിയൊച്ച കേൾക്കുമ്പോൾ കുട്ടികൾക്ക് പെരുത്ത സന്തോഷ. നുറുക്കുക കിട്ടുമല്ലോ. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ അയൽവക്കത്തുള്ള കുട്ടികൾക്കും വീട്ടുകാർക്കും വലിയ സന്തോഷമായിരുന്നു. ഒരുപാട് പേരുടെ പട്ടിണി മാറ്റിയ മണിയൊച്ചയത്. ഇന്നത്തെ തിരക്കുള്ള പേരാമ്പ്രയിലൂടെ നടക്കുമ്പോൾ ഇന്നും ആ മണിയൊച്ച ഞാൻ കേൾക്കാറുണ്ട്. അമ്പലനടയുടെ മുന്നിലൂടെ, കോസാക്കത്തമ്പായിൻ്റെ പൊരേൻ്റെ മുന്നിലൂടെ പുറ്റമ്പുയിൽ വഴി ആ മൂരിവണ്ടി ചമ്പ്രയിലേക്കാ പോകുന്നത്. എൻ്റെ 5 വയസ്സ് മുതൽ എനിക്ക് പേരാമ്പ്രയുമായി നല്ല ബന്ധമുണ്ട്. അറിവ് തേടിയും അന്നം തേടിയും ഏറെ നടന്ന വഴികളായി ഇവിടത്തേത്. എൻ്റെ കണ്ണീരും വിയർപ്പും വിറ്റ് വീണ ഈ മണ്ണാണ് എന്നെ ഞാനാക്കിയത്, കലാകാരനാക്കിയത്. എൻ്റെ പേരിനൊപ്പം മാത്രമല്ല, എൻ്റെ ചോരയിലും ശ്വാസത്തിലും എൻ്റെ നാടുണ്ട്. എൻ്റെ ജീവിതയാത്രയുടെ പല ഘട്ടങ്ങൾക്കും സാക്ഷിയാണ് ദേ ഈ മരക്കാടിത്തോട്. നിറഞ്ഞു തുളുമ്പി ഒഴുകിയ ഒരു ഭൂതകാലം ഈ തോടിനുണ്ട്. മഴക്കാലത്ത് മുറിച്ചാണ്ടി വയൽ നിറഞ്ഞ് കവിഞ്ഞ് റോഡിലൂടെ മഴവെള്ളം കുത്തി ഒലിക്കുമ്പോൾ ഒഴിച്ചെത്തുന്ന തേങ്ങയും അടക്കുകയെല്ലാം പെറുക്കിയെടുക്കാൻ ഞങ്ങൾ കുട്ടികൾ ഒരുമിച്ച് പോകുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല. വിശപ്പായിരുന്നു, അടങ്ങാത്ത വിശപ്പ്. എൻ്റെ കുഞ്ഞിക്കയും കുറേ മുതിർന്നവരും തോട്ടിൽ ചൂണ്ടയിടുമായിരുന്നു. ആരലും കടുങ്ങാലിയും കഴിച്ചിലും മുഴുവൊക്കെ കിട്ടും. ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉത്സവമായിരുന്നു. ഇന്നും മരക്കാടി തോടുണ്ട് പേരാമ്പ്ര ഹൃദയഭാഗത്ത്. പറ്റു വരണ്ട് ദുർഗന്ധം വമിച്ച് ആരാലും ശ്രദ്ധിക്കാതെ ഒരോർമ്മത്തെറ്റ് പോലെ. പടച്ചിപ്പാത്തു എന്നായിരുന്നു എൻ്റെ ഉമ്മ എല്ലാവരും വിളിച്ചിരുന്നത്. ഒച്ച കൂടിയതുകൊണ്ടാവും. ഉപ്പ ചട്ടിയിൽ സൂപ്പി. തേങ്ങ ചുമന്ന ഞങ്ങളുടെ വീട്ടിൽ ഉപജീവനം കണ്ടെത്തിയത്. ഉപ്പയുടെ പേരും ചട്ടിയിൽ സൂപ്പി എന്നായിരുന്നു ആളുകൾ വിളിക്കുക. ഉപ്പയുടെ മരണം വരെ ഞങ്ങളുടെ വീടിൻ്റെ ദൈന്യതയും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. ഉപ്പ പോയപ്പോൾ ഞാൻ ചട്ടിയിൽ അമ്മതായി. മൊയ്തീക്കയാ എൻ്റെ സഹോദരൻ. കുഞ്ഞേഷ സഹോദരിയും
ഉപ്പയും ഉമ്മയും ഞങ്ങളെ പോറ്റാൻ ഒരുപാട് പാടുപെട്ടു, കഷ്ടപ്പെട്ടു. കുഞ്ഞാമി ഭാര്യയായി വന്നതോടെ ജീവിതം കുറെ കൂടി അർത്ഥം നിറഞ്ഞതായി എനിക്ക് തോന്നി. എൻ്റെ ജീവിതയാത്രയിൽ ഒരു കെടാത്ത ചൂട്ടുപോലെ പുകഞ്ഞും ജ്വലിച്ചും നിന്നു അവൾ. ഇന്നെൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാമി നരിക്കോട്ട് പള്ളിയിലെ 6 മണിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പേരാമ്പ്ര നസ്രത്തുൽ ഇസ്ലാം മാപ്പിള LP സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം. പഠനമെന്നൊന്നും പറയാനില്ല. പുതിയട്ടിലെ കദീശമ്മ വിളമ്പി തരുന്ന ഉപ്പുമാവും പാലും കുടിക്കാനുള്ള സ്കൂൾ ദിനങ്ങളായിരുന്നു അതൊക്കെ. എന്നെ ഇന്നത്തെ ഞാനാക്കിയത് വായനയാണ്. പേരാമ്പ്രയിലെ ബീഡി കമ്പനിയിലെ തൊഴിലാളികൾ പത്രം ഉറക്കെ വായിക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്ന് പഴയ അമ്മദിനെ എനിക്കൊന്ന് കൈ നീട്ടിയാൽ തൊടാം. എൻ്റെ കല്യാണ തലേന്ന് സഖാവ് M. കുമാരൻ മാഷ് സമ്മാനിച്ച നിഗതിയുടെ ബാല്യം എന്ന പുസ്തകമാണ് എന്നെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ചത്. അക്ഷരങ്ങൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന അഗ്നിയും വാക്കുകൾ ചേരുമ്പോഴുണ്ടാകുന്ന സങ്കീർണതകളുമൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ബിമൽ മിത്രയും ബഷീറും MDയും ദസ്തോവ്സ്കിയും മുകുന്ദനും പൊന്നത്തൽ കുഞ്ഞബ്ദുള്ളയും SKയും തകഴിയും എനിക്ക് വേണ്ടപ്പെട്ടവരായി. എല്ലാ വേദനകളെയും വിഭാഗീയ ചിന്തകളെയും ഇല്ലായ്മ ചെയ്യാൻ വായന കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അമേച്ചർ നാടകത്തിലൂടെയാണ് കലാരംഗത്തുള്ള എൻ്റെ തുടക്കം. ഇടയ്ക്ക് ജീവിതത്തിൻ്റെ വഴി തേടി സർക്കസുകാരനായി. നെഞ്ചിൽ ട്യൂബടിച്ചു പൊട്ടിച്ചും സൈക്കിളിൽ അഭ്യാസങ്ങൾ കാണിച്ചും നൃത്തം ചെയ്തും ആളുകളുടെ കയ്യടി നേടി. പേരാമ്പ്ര LP സ്കൂളിൽ അവതരിപ്പിച്ച PR ചന്ദ്രൻ്റെ തേങ്ങയില്ല ചിരട്ടയുണ്ട് എന്ന നാടകത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് പ്രിയപ്പെട്ട രാജൻ തിരുവോത്തിൻ്റെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. പിന്നീട് പ്രൊഫഷണൽ നാടക രംഗത്തെത്തി. ചിരന്തന, KPSC, അക്ഷരകല, വരദ, നാടകനിലയം, കലാഭവൻ, സാഗർ, സ്റ്റേജ് ഇന്ത്യ തുടങ്ങിയ നിരവധി ഗ്രൂപ്പുകളിൽ ആയിരക്കണക്കിന് വേദികളിൽ വേഷമിട്ടു. കല്ല് വെട്ടുന്ന പർഗാരിയോട്ട് കിടന്നുറങ്ങുക. അപ്പേരപ്പോ കണിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോ കണ്ടിട്ടുണ്ടെന്നറിയോ? എന്താ എന്റെ ചിരുത കെട്ടിഞ്ഞാണ് കിടക്കുന്നത്. എന്റെ പല്ലുകൊണ്ട് ആ കാട് കടിച്ചു മുട്ടി എന്റെ ചിരുതേനെ തോന്നിട്ട് പാടപരപ്പ് കൂടോടി. നിറയോ നിറ, രാഷ്ട്രപിതാവ് എന്നീ നാടകങ്ങളിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സഹനടനുള്ള അവാർഡുകൾ ലഭിച്ചു. ഉപഹാരത്തിലെ അതുർമാൻ എന്ന കഥാപാത്രത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് ലഭിച്ചത്. കൂടാതെ SP പിള്ള സ്മാരക പുരസ്കാരം, EMS സ്മാരക പുരസ്കാരം, കാവാലം നാരായണ പണിക്കർ നാടക പ്രതിഭാ പുരസ്കാരം, വയോസേവന പുരസ്കാരം തുടങ്ങി ഏതാനും പുരസ്കാരങ്ങൾ ലഭിച്ചു. സംസ്ഥാന സർക്കാർ ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു. പുരസ്കാരങ്ങൾക്കൊക്കെ അപ്പുറത്ത്
എണ്ണിയാലൊടുങ്ങാത്ത സ്നേഹ സൗഹൃദങ്ങൾ നാടകം എനിക്ക് തന്നു. എനിക്ക് തലചായ്ക്കാൻ കൂര തന്നത് നാടകമാണ്. നാടകാചാര്യൻ KT മുഹമ്മദ്, ഇബ്രാഹിം വെങ്ങര, വിക്രമൻ നായർ, KM ധർമ്മൻ, രാജീവ് മമ്മളി തുടങ്ങിയ പ്രതിഭകൾക്കൊപ്പം പ്രവർത്തിച്ചു. ഇരിങ്ങൽ നാരായണി, കണ്ണൂർ വാസൂട്ടി, ശിവജി ഗുരുവായൂർ, നിലമ്പൂർ മണി, ബാൽശ്ശേരി സരസ, സാവിത്രി ശ്രീധർ, കോടിയേരി ലക്ഷ്മി, ഗീത പാവണ്ടൂർ, അംബിക പറവൂർ, ലേഖ ചേർത്തല, കണ്ണൂർ സരസ്വതി, രജിത മധു, കലിംഗ ശശി എന്നീ അഭിനേതാക്കളോടൊപ്പം വേദി പങ്കിട്ടു. കേരളത്തിലെ ഗ്രാമനഗരങ്ങളിൽ നാടകവണ്ടികൾ കടന്നു പോകാത്ത വഴികളുണ്ടാവില്ല. ചെമ്മൺ പാതകളിലൂടെ പൊടി പറത്തി നാടകവണ്ടി കടന്നു പോകുമ്പോൾ വഴിയരകിലെ ചായക്കടകളിലും വായനശാലകളിലും ഇരുന്ന് ഞങ്ങളെ നോക്കി കൈവീശാത്തവരുണ്ടായിരുന്നില്ല. ഇന്നും നമ്മുടെ ഗ്രാമവീഥികളിലൂടെയും രാജപാതകളിലൂടെയും നാടകവണ്ടികൾ ചീറിപ്പായുന്നുണ്ട്. പക്ഷേ പലരും ഞങ്ങളെ കാണാറില്ല, കണ്ടതായി നടിക്കാറുമില്ല. എത്രയെത്ര സ്വപ്നങ്ങളാണെന്നോ ഞങ്ങൾ ഈ നാടകവണ്ടിയിലിരുന്ന് കണ്ടത്. അത് ഞങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളെക്കുറിച്ച്, ഈ നാടിനെക്കുറിച്ച്, വരാനിരിക്കുന്ന നല്ല കാലത്തെക്കുറിച്ച്. സൗഹൃദത്തിൻ്റെ, പ്രണയത്തിൻ്റെ, സംഘർഷത്തിൻ്റെ, സംവാദത്തിൻ്റെ വീടുകളാ ഓരോ നാടകവണ്ടിയും. നാടകവണ്ടി മാത്രമല്ല, അരങ്ങിലെത്തുന്ന മുമ്പ് അണിയറയ്ക്കുള്ളിലിരുന്നും ഞങ്ങൾ നാടിനെയും നിങ്ങളെയും കിനാവ് കാണാറുണ്ട്. കാരണം ഞങ്ങൾ ജീവിതം പറയാൻ പോവുകയാണ്. ഞങ്ങളുടെ ജീവിതം മാത്രമല്ല, അരങ്ങിന് മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ജീവിതം കൂടി നാടകക്കാരൻ വിളിച്ചു പറയും. അതാ നാടകക്കാരൻ്റെ ഒരു ധാർമ്മികത, ഒരു കഥ. പക്ഷേ നാടകക്കാരൻ കണ്ണീർ പൊടിക്കുമ്പോൾ, നാടകക്കാരൻ ഇടറി വീഴുമ്പോൾ എത്ര പേർ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അരങ്ങിൽ നിന്ന് പയ്യെ പയ്യെ സിനിമയുടെ മിന്നിമറയുന്ന സ്ക്രീനിലേക്ക് അവിര റബേക്കയുടെ തകരച്ചണ്ട എന്ന സിനിമയിലൂടെയാണ് ഞാൻ ആദ്യമായി സിനിമയിലെത്തുന്നത്. പ്രിയപ്പെട്ട ശ്രീനേട്ടനായിരുന്നു ആ സിനിമയിലെ നായകൻ. ഒപ്പം ഗീതു മോഹൻദാസ് എന്നിവരുണ്ടായിരുന്നു. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് എൻ്റെ കലാജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത കുഞ്ഞനന്തൻ്റെ കട, പത്തേമാരി, M. മോഹനൻ സംവിധാനം ചെയ്ത കഥ പറയുമ്പോൾ എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അച്ചുവിൻ്റെ അമ്മ, ഉട്ടോപ്യയിലെ രാജാവ്, സൈഗാൾ പാടുന്നു, കഥ പറയുമ്പോൾ തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടു. സത്യനന്ദിക്കാട്, സിബി മലയിൽ, M. മോഹനൻ, T.A. റസാഖ് എന്നിവരോടൊക്കെ സഹകരിക്കാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്നസെന്റ്, മാമുക്കോയ, KPSC ലളിത, ഉറൂഷി, മീര ജാസ്മിൻ തുടങ്ങിയ മലയാള സിനിമയിലെ കാലത്തെയും
മികച്ച കലാകാരന്മാരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നതും എന്നെ സംബന്ധിച്ച് അഭിമാനമുള്ളൊരു മുഹൂർത്തമാണ്. ഞാൻ മുഹമ്മദ് പേരാമ്പ്ര. അരങ്ങിലും പിന്നരങ്ങിലുമാണ് ജീവിതത്തിലെ കൂടുതൽ സമയവും ചെലവിട്ടത്. നാടകവണ്ടിയിലിരുന്നാണ് സ്വപ്നങ്ങൾ അത്രയും കണ്ടത്. രാത്രികളെ പകലാക്കി അരങ്ങിൽ നിന്ന് അരങ്ങിലേക്കുള്ള യാത്രക്കിടയിലാണ് ജീവിതം കൂടുതലായി അറിഞ്ഞത്. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിട്ടത് ഒരു വലിയ യാത്ര തന്നെയാണെന്ന് മനസ്സിലാകുന്നു. ഒരുപാട് മനുഷ്യരുടെ കൈപിടിച്ചാണ് ഇവിടം വരെ എത്തിയത്. മനുഷ്യരിലാണ് വിശ്വാസം, ദൈവത്തിലെന്ന പോലെ. ഒരു നാടക നടൻ്റെ നടിയുടെ ജീവിത വഴികൾ ഒരിക്കലും പൂക്കളും വർണ്ണങ്ങളും വിതറിയവയല്ല. തല കുനിച്ചിട്ടുണ്ട് പലതവണ, കൈനീട്ടിയിട്ടുണ്ട് പലരുടെയും മുന്നിൽ, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ. പകച്ചു നിന്നപ്പോഴൊക്കെ കരുണയുടെ ആർദ്രമായ കൈകൾ എന്നെ തൊട്ടിട്ടുണ്ട്. ഒരു ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ അണിയുന്നവരാണ് അഭിനേതാക്കൾ. ഒരു പക്ഷേ മറ്റൊരാൾക്കും കിട്ടാത്ത മഹാഭാഗ്യം. ഞാൻ കെട്ടിയാടിയ കഥാപാത്രങ്ങൾ കൂടി ചേരുന്നതാണ് ഞാൻ. നാടകക്കാരനാണ്. ഒരിക്കൽ നമ്മുടെ നാടിൻ്റെ വഴികളിലൂടെയെല്ലാം ക്ഷീണമറിയാതെ പല ദിക്കുകളിലേക്ക് ഓടിയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള നാടകക്കാരെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് മുമ്പിൽ അരങ്ങിൽ അഭിമാനത്തോടെ നിറഞ്ഞാടിയിട്ടുണ്ട്. ഓരോ നാടിനെയും പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട്. സമൂഹത്തോട് ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നാടകക്കാരനായാൽ പിന്നെ മറ്റൊരു ജീവിതം അസാധ്യമാണ്. പച്ച മണ്ണിൽ ചവിട്ടിയാണ് ഞങ്ങൾ അരങ്ങിൽ നിൽക്കുന്നത്. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ നേർത്ത ഒരു കർട്ടൻ മാത്രമാണ് മറ. അരങ്ങിൽ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പൂരിപ്പിക്കാനായി ഞാൻ പ്രഭാഷകനായി വേഷപ്പകർത്ത് നടത്തിയിട്ടുണ്ട്. നാട് മുഴുവൻ ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ചിലർ കേട്ടു, ചിലത് കേട്ടില്ലെന്നും നടിച്ചു. പറഞ്ഞു വെച്ചവയിൽ ജീവിത ദുരിതങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതത്രയും എൻ്റെ മാത്രം ദുരിതങ്ങളല്ല. മുഖത്ത് ചായം തേക്കുന്ന എല്ലാ നാടകക്കാരുടെയും ആവലാതികളാണ്, പരാതികളാണ്, ദുഃഖങ്ങളാണ്, കണ്ണീരാണ്. നാടകക്കാരനാണ്, നിർധനനാണ്. എന്നാൽ മനുഷ്യത്വത്തെ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കാൻ എന്നും സമൂഹത്തിന് മുന്നിൽ തന്നെയുണ്ടാകും. ചവിട്ടി നിൽക്കുന്ന മണ്ണിനോടും കൂടപ്പിറപ്പുകളോടും എന്നും കടപ്പാടുണ്ടായിരിക്കും. നാടകക്കാരനാണ്, മനുഷ്യനാണ്, അവൻ്റെ വേദനകളെ തൊട്ടറിയുന്നവനാണ്. അരങ്ങിനു മുമ്പിൽ ആരവങ്ങൾ നാടകക്കാരന് ശ്വാസം തന്നെയാണ്. കഥാപാത്രമായി കളിയരങ്ങിൽ ഏകാന്തപ്പെടുമ്പോഴും സദസ്സിൻ്റെ ജാഗ്രതയാണ് നടീനടന്മാരെ നയിക്കുന്നത്. ആളൊഴിഞ്ഞാലും അരങ്ങൊഴിഞ്ഞാലും ആ ആരവം നെഞ്ചിൽ തുടിക്കും നടൻ്റെ മരണം വരെ.
ഇതൊരു പടിയിറക്കമാണ്. ഏതൊരു നാടകക്കാരനെയും പോലെ നിർബന്ധിതമായ റിട്ടയർമെന്റ്. അരങ്ങിൽ നിന്ന് പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിലേക്കുള്ള മടക്കം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മുഹമ്മദ് പേരാമ്പ്രയുടെ മാത്രം കഥയല്ല. ആദ്യ ബെല്ലിൻ്റെ ജാഗ്രതപ്പെടുത്തലിൽ സ്വന്തം ജീവിതാവസ്ഥകൾ മറക്കുന്നു. രണ്ടാമത്തെ ബെല്ലച്ചയുടെ മുഴക്കത്തിൽ മുഖത്ത് തേച്ച ചായക്കൂട്ടുകളോട് നീതി പുലർത്തി കഥാപാത്രമായി അരങ്ങിലാടി തീർക്കുന്ന ഒരുപാട് നടീനടന്മാരുടെ കഥയാണിത്. അതെ, ഇതെൻ്റെ മാത്രം കഥയല്ല. അരങ്ങുകളിൽ നിന്ന് അരങ്ങുകളിലേക്ക് പാഞ്ഞ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നാടകക്കാരുടെ കഥയാണ്. ഞാൻ നടനാണ്, നാടക നടനാണ്. ഇരുപതാം നൂറ്റാണ്ടിലെ മഹാനടനായ പോൾമുനി പറഞ്ഞ വാക്കുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നടനാണ്. അഭിനയം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തത്വശാസ്ത്രമാണ്.